മാറ്റിയല്ല. ഇതെങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഓ ഇത്ര പെട്ടെന്ന് മാറ്റിയാ? സേവ് ചെയ്തിരുന്നല്ലേ? അറിയാം. വല്ലാത്ത മനോഭാവമുള്ള ആൾക്കാരല്ലേ ഇവിടെ? അതെ, എന്തോ പ്രശ്നമുണ്ട് ഇവർക്കൊക്കെ. ഞാൻ മരിച്ചെന്ന് അവരോട് ഒന്നും നോക്കട്ടാ. ആണോ? പെമ്പിള്ളേരൊക്കെ നടന്നോട്. ഇതെന്ത് ഇങ്ങനെ നടക്കണേ? ഒരു ഗ്രഹണം പിടിച്ച പിള്ളേരെ കണക്ക്. അല്ല ചോദിച്ചതല്ല, സാധാരണ മറ്റേ ഇതാണ് നടത്തം. ഇതാണോ നല്ലത്? അല്ല അതല്ല, കാണാൻ നമ്മളൊരു ഇതില്ലേ പറയാ, ശാലീന സൗന്ദര്യത ഇല്ലേ പെൺപിള്ളേർക്ക് നടത്തത്തിന്. ഏത് വണ്ടി കയറണം നമ്മളെ കൊണ്ടോ ഒതുങ്ങിക്കോ. ചുണ്ടൊക്കെ ചോദിച്ചിട്ടാ അവനെന്തായാലും പരിപാടി അവിടെ. ഒറ്റയ്ക്കാ? അപ്പുറത്തിരിക്കാൻ പറ്റും, പേടിക്കണ്ട. എന്താ പറഞ്ഞേ? ഈ സിറ്റി എനിക്ക് നേരത്തെ അറിയാം. ഈ സിറ്റി ഞങ്ങള് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങള് എല്ലാരും ഓർഫൺസ് ആണെന്ന് എസ്എന്റെ അടുത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓർഫണേജ് നമ്മള് അത് എവിടെയാണെന്നോ അങ്ങനെ ആർക്കും അറിഞ്ഞൂടാ. സത്യം പറഞ്ഞ ഞങ്ങളുടെ ഓർഫണേജ് വരുന്നത് സത്യം പറഞ്ഞ ഇവിടെയാണ്, ഈ സിറ്റിയിലാണ് നമ്മുടെ ഓർഫണേജ്. എടുത്തോണ്ട് നടന്ന് പൊന്നെ കറലേന്ന് പറഞ്ഞ പാട്ട് പാടിത്തന്നവള് ഇവള്. എങ്ങനെ അത് ഇതെന്തരാ പരിപാടി? ചന്ദ്ര ഒരു കാര്യം പറയാം, അപ്പുറത്തെ സൈഡിൽ നമ്മളെ ഫ്രണ്ട്സ് നിക്കുന്നത്. അല്ല ഞങ്ങൾ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, ബാക്കിലായിരുന്നു. ആരടുത്തും പറയണ്ട നമ്മുടെ ഈ കണ്ടുമുട്ടല്. അയ്യേ അങ്ങനല്ലേ? അതാര് അപ്പുറത്തേക്ക് ഫ്രണ്ട്സ് ആരെന്ന് പറഞ്ഞു? അതാര് മനസ്സിലായില്ല? ഇല്ല. കൊമ്പൻ. എടാ കൊമ്പനൊക്കെ നമ്മളെ കമ്പനിയാണ്. തന്നെ അവരടക്കട്ടെ, എന്തൊക്കെ നമുക്ക് നോക്കാം. ഒരുമാതിരി വൃത്തിയിട്ട പരിപാടി ചേട്ടാ. ഇതുണ്ടായിട്ട് അവീതം. ശബ്ദമൊക്കെ എടാ അതെന്റെ തൊണ്ടയിൽ പെട്ടെന്ന് കിച്ച് വന്നാണ്. നീ എന്താണ് സ്പീഡ് ഇങ്ങോട്ട് വന്നാണ്? എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ എന്റെ സ്റ്റേഷന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. ഞാൻ ഇങ്ങനെ തേച്ചൊട്ടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. വേണ്ടായിരുന്നു, എന്നോട് ഇവന്മാര് ഡൗട്ട് മനസ്സിലായി. നമ്മള് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് മനസ്സിലല്ല. എസ്സർ തന്നെ പറഞ്ഞു, ഞാൻ എന്നിട്ട് ഇനി വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എസ്സറെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പറഞ്ഞ എസ്സർ ഇങ്ങോട്ട് വരുമ്പോ തന്നെ എസ്സർ പറഞ്ഞു ഇങ്ങോട്ട് വരാന്ന്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാരും നമ്മളാര് കണ്ണോടെ കാണുന്നു. ഇവിടെ എല്ലാരും കപ്പിൾസ് അല്ലേ ഇവിടെ പറഞ്ഞേ. അവിടെ കൊറേ സ്റ്റാച്ചു ഉണ്ട്, കണ്ടായിരുന്നോ ചന്ദ്ര? ബാക്കിലെ സ്റ്റാച്ചു എന്തോന്ന് സാറേ? സ്റ്റാച്യൂസിന് ചില സാധനങ്ങളുണ്ട്. കൊന്നാ ആരും ഒന്നാ സ്പീഡായിരിക്കും. ഫുഡ് കഴിച്ചില്ല അല്ലേ?
ഇതുണ്ടോ അവിടെ കിടിലം കേട്ടാ. കൊള്ളാല്ലേ? ആ ഇല്ലാത്ത ഏത് സ്റ്റേറ്റ് ഏറ്റവും ഇഷ്ടായേ? ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായ സ്റ്റാച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒന്ന് രണ്ട് ഇതാണ് എനിക്ക് ഇതാണ് ഇഷ്ടം. ഇതല്ലേ? അതല്ലേ പക്ഷെ ഇത് കണ്ട ഞാൻ ഫോട്ടോ എടുക്കാൻ അവിടെ കയറി സൂപ്പർ എടുക്കുന്നില്ല. ശക്തി ഇല്ല അതാ. എന്താണ് ഞങ്ങളിങ്ങനെ ചുമ്മാ ഒക്കെ നടക്കുന്നു. നിങ്ങള് പോരിങ്ങല്ലേ നിങ്ങള് പോവാം. ഞങ്ങള് നിങ്ങളാ അവൾക്ക് എന്തോ പറയാനല്ലേ. എന്തുവാ അല്ല എന്തോ കാര്യമായിട്ട് എന്തോ കുറച്ച് കാര്യങ്ങള് അവളുടെ വിഷമങ്ങളൊക്കെ പറയാൻ സിറ്റിയിലെ മാറിയപ്പോഴുള്ള വിഷമം. ഞങ്ങൾക്കൊക്കെ സിറ്റിയില് ഭയങ്കര വിഷമം, അതൊന്നും തീർത്ത് തരുന്നില്ല. നിനക്ക് എന്താ വിഷമം? ഞാൻ കേക്കാം, ഞാൻ ഉണ്ട്, പറ കേക്കട്ടെ. ചന്ദ്ര പൈസക്കൊക്കെ ഭയങ്കര കുറവാണ്. ഒരു മിനിറ്റ്. ഹാപ്പി അല്ലേ? 1 ലക്ഷം ഭയങ്കര കുറവാണ്. കൊമ്പാറ്റന്റ് ഇറങ്ങി തുടങ്ങി 1 ലക്ഷം. ഒരു 10 കൊടുത്തരാം, അതൊക്കെ മതി. ഇപ്പൊ നിനക്ക് ആവശ്യം മാറിയില്ലേ? നീ ക്യാമറ പിടിച്ച് എന്തിനു നടക്കണ താഴെടാ പട്ടി. ഇൻസ്റ്റാഗ്രാമിൽ 100 എനിക്ക് വെരിഫിക്കേഷൻ നിർത്തടാ, തെരു വിളിക്കലടാ. ചന്ദ്ര പിന്നെ മറ്റേ ഇൻസ്റ്റാഗ്രാമിലല്ലേ ഇവിടെ മറ്റേ പൈസ കൊടുത്ത വെരിഫിക്കേഷൻ ടിക്കൊക്കെ കിട്ടും കേട്ടോ. തന്നെ പൈസ കൊടുത്ത് മറ്റേ ഡൊണേഷൻ ആണോ? അല്ല ഇവിടുത്തെ ഡൊണേഷൻ, ഇൻ ഗെയിം ഡൊണേഷൻ. 30 ലക്ഷം 30 ലക്ഷം ഒക്കെ. എനിക്ക് പൈസ ഇല്ലേ, എനിക്ക് ഇല്ല, പൈസ ഇല്ല. ഞാൻ പുതിയ ഫോട്ടോ ഇട്ട് 11 ലൈക്ക് 3 കമന്റ് പട്ടിഷോ. എടാ പുണ്ടച്ചു മോനെ, ആദ്യത്തെ കമന്റ് നിന്റെ എന്റെ പട്ടിഷോന്നാ. എടാ ദേവക്കുട്ടിയാണോ ലഭ്യ എണ്ണാന്ന്. ഓ ഞാൻ പോകുന്ന കേട്ടാ, നിങ്ങളെ നടക്കട്ടെ, നിങ്ങളെ കാര്യമൊക്കെ നടക്കട്ടെ. ശരിയാണ്. അലീന സിറ്റി വരാറില്ല? അലീന വരാണ്ടാ, അവള് വരണ്ടല്ലേ? ഇപ്പം പുതിയ ആൾക്കാരൊക്കെ ആയില്ലേ? യാത്ര പോയതാണ്, വന്നില്ല, കാണാനില്ല, ആള് മിസ്സിംഗ് ആണ്. അപ്പം പുതിയ ആൾക്കാരൊക്കെ ആയി. അലീനെ മറന്നല്ലേ? ഇല്ലടാ, അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോടാ നമുക്ക്. നമ്മളൊരാളെ നമ്മളൊരാളടുത്ത് നമ്മള് പിന്നെന്താ, നമ്മളിപ്പൊ നിനക്ക് ഇപ്പൊ ഇൻകേസ് നമ്മുടെ ലൈക്ക് ഐസലിനെ പെട്ടെന്ന് ദിവസം കാണാണ്ടായി, നിനക്ക് ഐസലിനെ മിസ് ചെയ്യില്ലേ? ഇല്ല ഐസൽ എന്ന് വിളി. ഐസൽ എന്ന് വരാവോ ഇങ്ങോട്ട്? ഹലോ, പറഞ്ഞോ. എടാ സ്പീഡേ, പറഞ്ഞോ. നീ എന്തോന്ന് പറഞ്ഞത് കേട്ടില്ല, ഒന്നും പറ. ഒന്നുമില്ല. അല്ല പെട്ടെന്ന് ഐസലിനെ കുറച്ച് ഞാൻ ചോദിച്ച ഐസലിനെ കുറച്ചാള് ഐസലിനെ സിറ്റിന്ന് കാണാറുണ്ടായി, ഐസലിനെ മിസ് ചെയ്യുന്ന ചോദിച്ചു. അന്നേരം എന്തോ പറഞ്ഞ അതെനിക്ക് നല്ല സംശയം തന്നെയാണോ പറഞ്ഞത്? ഇങ്ങനെ പറഞ്ഞു, മനസ്സിലായില്ലേ? അതെനിക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്ത്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല, ഇവന് പിന്നെ കഴിവുകളില്ല. ഞാൻ അറിയാവുന്ന കയ്യില് വണ്ടി കൊണ്ടിക്കില്ലാന്ന് കേട്ടിട്ടില്ല, അവിടെ കുഴപ്പമില്ല, എനിക്ക് പേടിയൊന്നുമില്ല. പൊക്കോട്ടെ. ഇവർക്ക് ഞാൻ പറഞ്ഞില്ല ഇത് കേട്ടോ. എന്റെ പൊക്കത്തേരെ താഴെ പോകും മിക്കവാറും. ഇവിടെ നമുക്കൊരു കഥയുണ്ട്, അത് നമുക്ക് കുറച്ചു പേർക്ക് അറിയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാ
ഞങ്ങൾ ഇവിടെ വളർന്നതൊക്കെ ഇവിടെ ഒരു അനാഥാലയത്തിലാണ്, സൂരജ് അനാഥാലയം. ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പണ്ട് കുറേ പേര് ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാ. ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട തല്ലി ഓടിച്ചതാ ഈ നാട്ടിൽ നിന്ന്. നമുക്ക് എസ്സർ അറിയില്ല കഥ. ഞാന്, സുനി, കണ്ണാപ്പി, ബോബോയ്, മാമൻ, പിന്നെ ആര്, നമ്മളങ്ങനെ കുറച്ച് പേരുണ്ട്. ഞങ്ങളൊക്കെ ഇവിടുത്തെ ഒരു ഓർഫണേജില് വളർന്നതും ഒക്കെ. ഈ കണ്ണാപ്പി ഇല്ലേ, കണ്ണാപ്പി ഒരു മഴവെള്ളപ്പാച്ചില് ഒരു ദിവസം രാത്രി ഒരു മഴവെള്ളപ്പാച്ചില് വന്നു കയറിയതാ അനാഥാലയത്തില്. ഓ എന്റെ ഈ കൈ കൊണ്ടാ ഞാൻ അവനെ വാരി ഞാൻ കാലേ വരുന്ന അല്ല, ഞാൻ മറ്റേ എന്റെ ഈ കൈ കൊണ്ടവന് ഞാൻ ഫുഡ് വാരി കൊടുത്തത്. ചന്ദ്ര അലീന സിറ്റി വരാറില്ല? അവള് വരണ്ടല്ലേ, ഇപ്പം പുതിയ ആൾക്കാരൊക്കെ ആയില്ലേ? യാത്ര പോയതാണ്, ഏകദേശം വന്നില്ല, കാണാനില്ലാത്ത ആള് മിസ്സിംഗ് ആണ്. അപ്പം പുതിയ ആൾക്കാരൊക്കെ ആയി. അലീനെ മറന്നല്ലേ? ഇല്ലടാ, അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോടാ നമുക്ക്. നമ്മളൊരാളെ സ്നേഹിക്കല്ലേ, ആയിരിക്കല്ലേ നമ്മളൊരാളടുത്ത്. നമ്മള് പിന്നെന്താ, നമ്മളിപ്പൊ നിനക്ക് ഇപ്പൊ ഇൻ കേസ് പെട്ടെന്ന് ദിവസം കാണാണ്ടായി, നിനക്ക് ഐസെല്ലാം മിസ് ചെയ്യും. ഇല്ല 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 അല്ല വെയിറ്റ്, ഐസെല്ലാം വിളി. ചന്ദ്ര അലീന സിറ്റി വരാറില്ല? ഇല്ല കുഴപ്പമില്ല, അവനും പറയുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. യാത്ര പോയതാണ്, ഏകദേശം വന്നില്ല, കാണാനില്ലാത്ത ആള് മിസ്സിംഗ് ആണ്.